ഒരു കോട്ടബിൾ കോട്ട്, ഉദ്ധരിക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി. ആരാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഞാൻ വെബ് പേജിന് നെറ്റിനകത്തൊക്കെ നോക്കിയിട്ട് പിടികിട്ടിയില്ല. ഇങ്ങനെ പറഞ്ഞു: ഗുഡ് ഡീഡ് ഈസ് ലൈക്ക് എ ഡെബിറ്റ് കാർഡ്, പേ ഫസ്റ്റ് ആൻഡ് എൻജോയ് ലേറ്റർ. സിൻ ഈസ് ലൈക്ക് എ ക്രെഡിറ്റ് കാർഡ്, എൻജോയ് ഫസ്റ്റ് ആൻഡ് പേ ലേറ്റർ. ശുദ്ധമായ എല്ലാവർക്കും മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ പറഞ്ഞാൽ, സൽപ്രവൃത്തി എന്ന് പറയുന്നത് ബാങ്കിൽ രൂപ നിക്ഷേപിക്കുന്നത് പോലെയാണ്. ആദ്യം രൂപ കൊടുക്കുന്നു, പിന്നീട് അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു. എന്നാൽ പാപം ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത് പോലെയാണ്. ആദ്യം സന്തോഷിക്കുന്നു, പിന്നീട് അതിൻ്റെ ഗഡുക്കൾ കൂട്ടുപലിശ സഹിതം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഭാഗം 3, സന്ദേശം. എൻ്റെ 53 വർഷത്തിൽ ഞാൻ കർത്താവ് പഠിപ്പിച്ച പാഠങ്ങൾ ചിലത് പറയുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, 2 കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒന്ന്, വിശ്വാസം വളരാം, നമ്മുടെ വിശ്വാസം വളരാം. അതിനാൽ നാം നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കണം. 2, ആഴമായ ക്രിസ്തീയ ജീവിതത്തിന് ശ്രമിക്കണം. ആയിരിക്കുന്ന നിലയിലായിരുന്നാൽ പോരാ, ആഴം കുറഞ്ഞ ജീവിതമല്ല, ആഴമായ ക്രിസ്തീയ ജീവിതം. അതിനനുസരിച്ച് മാത്രമാണ് ഫലം കായ്ക്കുന്നത്, അല്ലേ? ഞാൻ റബ്ബർ തോട്ടത്തിലാണ് ഞാൻ വളർന്നത്. കശുവണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിത്ത് താഴെ വീണ് കിളിക്കുന്നത് അധിക നാൾ നിൽക്കത്തില്ല. എന്നാൽ കുഴിയെടുത്ത് പപ്പ കുഴിയെടുപ്പിച്ചിരുന്ന 2.5 അടി നീളം, 2.5 അടി വീതി, 2.5 അടി താഴ്ചയിലാണ് റബ്ബറിന്. അതുപോലെയാണ് പറങ്ങി മാവിനും. അത് 1.5 അടി 2 അടി താഴ്ചയിൽ എടുക്കുമായിരുന്നു. അത് നല്ലതാണ്. അപ്പോൾ ആഴമായ ക്രിസ്തീയ ജീവിതത്തിന് മാത്രമേ നമുക്ക് ഫലം തരികയുള്ളൂ. കർത്താവ് പഠിപ്പിച്ച ഗുണപാഠങ്ങൾ. ഇന്ന് 3-ാമത്തേത് പറയട്ടെ. ആരാണ് നിങ്ങളുടെ മെൻറ്റോർ? നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മെൻറ്റർ, എന്താ പറഞ്ഞ, മെൻറ്റർ ഇല്ലെന്നോ? കഷ്ടം, അയ്യോ കഷ്ടം. എനിക്ക് ഇനി എന്തിനാണ് മെൻറ്റർ ഉണ്ടായിരിക്കുന്നത്? എനിക്ക് കുറെ കൂടി നന്നാകണം എന്ന ആഗ്രഹമുള്ള സകലർക്കും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. അവർക്ക് നിങ്ങളെ ഉപദേശിക്കുവാൻ, സഹായിക്കുവാൻ കഴിയും. ചിലർക്ക് ഒന്നിലധികം മെൻറ്റർ ഉണ്ടായിരിക്കണം. ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു സമയം ഉണ്ടായിരുന്നു, 6 മെൻറ്റർമാരുണ്ടായിരുന്നു. അത്ര ആവശ്യമില്ല, കുറഞ്ഞത് 2 വേണം. ഉദാഹരണത്തിനൊരു സായിപ്പായിരുന്നു എൻ്റെ ഒരു മെൻറ്റർ. എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനൊക്കെ ചോദിക്കാനൊക്കത്തില്ല. കാരണം നമ്മുടെ കൾച്ചറിനെതിരാണ്, പലതിനും എതിരാണ് അവരുടെ കൾച്ചർ, അല്ലേ? അപ്പോൾ എനിക്കൊരു ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നു, ഒരു സായിപ്പും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ചിലപ്പോൾ വടക്കേ ഇന്ത്യയിൽ, ഡൽഹിയിലായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ലില്ലിയെ കാണാൻ എന്നെ കാണാൻ വന്നു. ഞാനില്ലായിരുന്നു, ലില്ലിയെ കണ്ടു. അങ്ങ് നെഞ്ചത്ത് കൈവച്ചിട്ട്, എന്താ കാര്യം? ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, എൻ്റെ അപ്പൻ അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ വന്നു. ഞാൻ പറഞ്ഞു, സാറും എൻ്റെ അപ്പൻ്റെ അഡ്രസ് ഇങ്ങോട്ട് തന്നാട്ടെ. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. വേണ്ട, തരത്തില്ല. പിന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അടുത്ത ദിവസം വിളിച്ചു വെച്ച് പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ കാണണം. ഞാൻ പറഞ്ഞു, ഇന്നലെ നീ എൻ്റെ സമയമെല്ലാം കളഞ്ഞു, ഇനി ഇന്നെന്തോ പറയാനാ വരുന്നത്? അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടാണ്, 1/2 മണിക്കൂറേ എടുക്കത്തുള്ളൂ. വന്നു വെച്ച് പറയാം, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോളെയാ കല്യാണം കഴിച്ചത്. എന്താ കാര്യം? പറഞ്ഞു, എൻ്റെ ഒരു മെൻറ്റർ എൻ്റെ ഓഫീസിലെ ഓഫീസറാണ്. അദ്ദേഹം ഒരു ഹിന്ദുവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചോദിച്ചോ പറഞ്ഞു, ഓ അങ്ങനെ കല്യാണം കഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ കസിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മെൻറ്റർ വടക്കേന്ത്യക്കാരനും ഒരു മലയാളിയും, ഒരു വിദേശീയനും ഒരു മലയാളിയും, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ 1-2 കുറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. പുരുഷന്മാർക്ക് പുരുഷൻ മെൻറ്ററായിരിക്കട്ടെ, സ്ത്രീകൾക്ക് സ്ത്രീ മെൻറ്ററായിരിക്കട്ടെ. മെൻറ്ററായി ആരെ തിരഞ്ഞെടുക്കണം? എൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട്, മെൻറ്റോർ. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടും. വായിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആരെയാണ് മെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? 1, ബൈബിളിൽ വിശ്വാസമുള്ള വ്യക്തിയായിരിക്കണം. 2, ജീവിതത്തിനകത്ത് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. 24 വയസ്സുകാരനല്ല. ഞാൻ പറയുന്നത് ഒരു 60 വയസ്സിന് മേളിലുള്ള പ്രായമുള്ള ഒരാളിനെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. 3, നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഭാര്യയെ അടിക്കുന്ന ഒരാൾ മെൻറ്ററായാൽ കാര്യം നടക്കുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളിനെ മെൻറ്ററായിട്ട് സ്വീകരിക്കാൻ പാടില്ല. കടം വാങ്ങിയാൽ തിരികെ കൊടുക്കാത്ത ഒരാൾ മെൻറ്ററായിരിക്കാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല.
പേരുദോഷമുള്ള ഒരാളിനെ മെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല. ആരാധനയ്ക്ക് സമയത്തിന് ചെല്ലാത്ത ഒരാളിനെ മെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല. ആരായിരിക്കണം മെൻറ്റർ? ഏതു സഭക്കാരനുമാകാം. പെന്തിക്കോസുകാരന് മെൻറ്റർ ഒരു കത്തോലിക്കലെ അച്ഛനാകാം. ഒരു പ്രായമുള്ള പരിജ്ഞാനമുള്ള വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം കേട്ടോ. ഒരു 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 കത്തോലിക്കൻ ഒരു പെന്തിക്കോസിലെ ഒരാളായിരിക്കാം. കത്തോലിക്കൻ എന്നുള്ളത് ഞാൻ വളരെ ബഹുമാനത്തോടെ പറയുകയാണ് കേട്ടോ. കാത്തലിക് എന്ന് പറയണമെന്ന് 1-2 പേര് എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്കൻ എന്ന് പറയുന്നതിനകത്ത് ഒരു അവഹേളനം പോലെ തോന്നാം. ഇല്ല, ഞാൻ ബഹുമാനത്തോടെ പറയുകയാണ്. മർത്തോമക്കാരാകാം, ആരുമാകാം. വേദപുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ മെൻറ്ററെ കാണാൻ പോകുന്ന ഉപദേശം ചോദിക്കാനല്ല. അതിന് നിങ്ങളുടെ പാസ്റ്ററുണ്ട്, അല്ലെങ്കിൽ അത് വേറുള്ള ഒരു ഉപദേശകനും. മെൻറ്ററിൻ്റെ ഒക്കെ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനാണ്, അതിന് ഉപദേശം തേടാനാണ്. വിചാരിച്ചാട്ട് നിങ്ങൾക്ക് 35 വയസ്സാണ്, നിങ്ങളുടെ മെൻറ്റർക്ക് 60 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളോട് പറയുമ്പോൾ ആ 60 വർഷത്തെ പരിചയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. മനസ്സിലായോ? ഞാൻ ഡൽഹിയിലുള്ള പാസ്റ്റർമാരെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് നടത്തി. ഒരു ദിവസത്തെ ഒരാൾ മെസ്സേജ് പറയുന്നു, എന്നിട്ട് ആഹാരം കഴിച്ചിട്ട് പോകുന്നു. 3-4 പ്രാവശ്യം നടത്തി. അപ്പോൾ അന്ന് പ്രസംഗിക്കാൻ വന്നത് ഒരു സായിപ്പാണ്. ഡൽഹിയിൽ താമസിക്കുന്ന ഒരു ബാപ്റ്റിസ്റ്റ് സഭയുടെ പാസ്റ്റർ ആണ് വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ ആ സായിപ്പ് പാസ്റ്റർ വളരെ പക്വതയുള്ള വേദപരിജ്ഞാനമുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അന്ന് ഒരു 60 വയസ്സിന് മേളുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനൊരു മെൻറ്ററുണ്ട്, ഇന്ത്യക്കാരൻ സാഹിബിന്. അദ്ദേഹത്തെ മാസത്തിലൊരിക്കൽ കാണും. പിരിയാൻ നേരം അദ്ദേഹത്തെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കും. മെൻറ്റർ ഉണ്ടായിരിക്കണം. അത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള ആളാണ്. അതുകൊണ്ട് ജീവിത പരിചയമുള്ള ആളായിരിക്കണം. നിങ്ങളുടെ തൊഴിലിൽ പരിചയസമ്പത്ത് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ജോലി ചെയ്ത് വെച്ച് വന്ന ഒരാൾ നിങ്ങളുടെ മെൻറ്റർ ഇവിടെ ആയിരിക്കും, കേരളത്തിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പലതും തെറ്റിപ്പോകും. നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അപ്പോൾ നിങ്ങളൊരു സുവിശേഷ വേലക്കാരനാണെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരനെ തിരഞ്ഞെടുക്കണം. ഞാനീ പറയുന്ന എല്ലാം കൂടെ ഒത്തുവരത്തില്ലെങ്കിലും കഴിയുന്ന അത്രയും, കിട്ടുന്ന അത്രയും ഒന്നിച്ചെടുക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ അപ്പൻ എന്ന നിലയിൽ, നിങ്ങളെ മരുമകൾ എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾക്ക് മെൻറ്റർ ഉപദേശം തരാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഒരു കല്യാണം കഴിച്ച പെൺകുട്ടി പ്രശ്നങ്ങളുമായിട്ട് കല്യാണം കഴിക്കാത്ത ഒരാളിൻ്റെ അടുക്ക പോയി ചോദിച്ചാൽ പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ കഴിയുമോ? അതിന് കോഴ്സ് ചെയ്തിട്ടുള്ള ചില സൈക്കോളജിസ്റ്റുമാരുണ്ട്, അല്ലേ? മെൻറ്റർ അത് മെൻറ്റർ അല്ല, അവർ ഉപദേശകനാണ്, ഫാമിലി കൗൺസിലിംഗ് ആരാണ്. പക്ഷെ നിങ്ങളുടെ മെൻറ്റർ അവരാരുമാകാം. സഭാ ശുശ്രൂഷകനാകാം, സഭാ മൂപ്പനാകാം, വിശ്വാസിയാകാം, ആരുമാകാം. ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. ചിലർ പറയും, അങ്ങനെയുള്ള ഒരു മെൻറ്ററെ കിട്ടുന്നില്ല, കാരണം എൻ്റെ രഹസ്യമെല്ലാം പറഞ്ഞാൽ, വല്ലവരോടും കയറി പറഞ്ഞാലോ അവർ. ശരിയാ, വളരെ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യകാലത്ത് ഒരാൾക്ക് വേറൊരാളുടെ ദേഷ്യം വന്നു. അയാളുടെ ഭാര്യയൊക്കെ പറഞ്ഞു, നിന്റെ ഭർത്താവ് നിന്നെപ്പറ്റി എൻ്റെയൊക്കെ പറഞ്ഞ് എനിക്കറിയാം കേട്ടോ, അത് വേണമെങ്കിൽ അറിയണമെങ്കിൽ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വന്നാട്ടെ, കുഴപ്പമായില്ലേ? അപ്പം നമ്മൾ പറയുന്നത് ആരോടും പറയാത്ത ഒരാളായിരിക്കണം നിങ്ങളുടെ മെൻറ്റർ. ചിലരുടെ അങ്ങനെയുള്ള ആളിനെ കിട്ടത്തില്ല. കിട്ടും, നിങ്ങൾ ശ്രമിക്കാമെങ്കിൽ കിട്ടും. അടുത്തത്, നിങ്ങൾ മെൻറ്ററായി തിരഞ്ഞെടുത്ത വ്യക്തിയെ കണ്ട് സംസാരിച്ച് ചോദിക്കണം, എൻ്റെ മെൻറ്റർ ആയിരിക്കാമോ? അദ്ദേഹം സമ്മതിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ വാച്ച് ചെയ്യത്തുള്ളൂ. മലയാളം വരുന്നില്ല. നിങ്ങളെ ശ്രദ്ധിക്കത്തുള്ളൂ. നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് കയറി ആഹാരം കഴിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ദൈവദാസൻ, ഇത് കേൾക്കുന്നവരവർക്ക് മനസ്സിലാകത്തില്ല, അദ്ദേഹം തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും റോഡിൽ നിർത്തിയിട്ട് അദ്ദേഹം അവിടെയുള്ള ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു വെച്ചു. വീടിനടുക്കൽ തെറ്റ്. ഞാൻ പറയാറുണ്ട്, വീടിനടുക്കലുള്ള ചായക്കടയിൽ കയറി ചായ കുടിക്കരുത്. ദൂരെയാണെങ്കിലൊക്കെ
വീടിനടുക്കളുള്ള ചായക്കടയിൽ കയറി ചായ കുടിക്കരുത് കേട്ടോ, കുറച്ച് ദൂരെ പോകണം. അതുകൊണ്ട് ആ മനുഷ്യൻ മാതൃകയല്ല കാണിച്ചത്. അദ്ദേഹം ദൈവദാസനാണ്, പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ ഭാര്യയും മക്കളെയും കുഞ്ഞുങ്ങളെയും മരത്തിൻ്റെ ചവിട്ടി നിർത്തിയിട്ട് അടുത്ത ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് ഇറങ്ങി വന്നു. വീട്ടിൽ വരുത്തി കഴിക്കണമായിരുന്നു. ഒരു പൊതിച്ചോറി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാമായിരുന്നു, അല്ലേ? അപ്പോൾ അവർ കണ്ട് സംസാരിക്കണം, എങ്കിൽ മാത്രമേ അദ്ദേഹം നിങ്ങളെ ശ്രദ്ധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ ശാസിക്കാനുള്ള സ്പിരിച്വൽ അതോറിറ്റി, ആത്മീകമായ അധികാരം, അവകാശം അവർക്ക് കിട്ടത്തുള്ളൂ. മാത്രമല്ല, നിങ്ങളെ ഓർത്ത് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന് ചുമതലയുണ്ട്. അടുത്തതായിട്ട്, ഈ മെൻറ്ററെ നേരിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണണം. കുറഞ്ഞത് മാസത്തിലൊരിക്കലെങ്കിലും കാണണം. ദൈവവേലക്കാരാണോ, മാസത്തിലൊരിക്കൽ കാണണം. സംസാരിക്കണം, നേരിടുന്ന പ്രശ്നങ്ങൾ പറയണം, വൈതരണികൾ പറയണം, ഉപദേശം തേടണം. പറയുന്നത് കേട്ടാണ് അവസാനത്തെ പോയിന്റ്. മെൻറ്റർ എന്നുള്ള നിലയിൽ മെൻറ്റർക്ക് പല കാര്യങ്ങളും ചോദിക്കാൻ അവകാശം. സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയുണ്ട്, ശാരീരിക ബന്ധം എങ്ങനെയുണ്ട്, ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം മെൻറ്ററായിട്ട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഞാൻ ആരുടെയും മെൻറ്ററല്ല, എങ്കിലും ഒരാളെൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ ചോദിച്ചു. ഒരാളിനോടല്ല, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണമെന്നുള്ള എൻ്റെ ഉപദേശം കേട്ടാലും. ഗുണപാഠം 4, നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. നീ എന്തു വിതയ്ക്കുന്നുവോ അത് നീ കൊയ്യും. ദൈവം പ്രകൃതിയോട് പോലും പറഞ്ഞതാണ്, അല്ലേ? ഓരോ വിത്തും അതാത് തരം ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ പുറപ്പെടുവിക്കും. സിംഹത്തിൻ്റെ കുഞ്ഞിനെയാണ് ജനിപ്പിക്കുന്നത്. കുരങ്ങിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ജനിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെയാണ്. സയൻസ് വന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ ദൈവത്തിൻ്റെ വ്യവസ്ഥ. അപ്പം നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു? നിങ്ങൾ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളും കുറ്റം പറയും, മറ്റുള്ളവരുടെ കുറ്റം പറയും. നിങ്ങളെ ആരും കുറ്റം പറയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മക്കളും ആ സ്വഭാവം ഏറ്റെടുക്കും. പിന്നെ അവർക്ക് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളല്ലയോ പഠിപ്പിച്ചേ. ഒരു സുപ്രസിദ്ധനായ ദേവദാസൻ തമിഴ്നാട്ടിലെ സാം കമലേഷൻ, അദ്ദേഹം ഇപ്രകാരം ഒരു കഥ പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം ഒരു കാര്യം സാധിക്കാനായിട്ട് പോയി. മകനും കൂടെ ഉണ്ട്. ആ കാര്യം സാധിച്ചു കിട്ടത്തില്ലെന്നറിഞ്ഞപ്പോൾ ഒരു തെറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം കൈക്കൂലി കൊടുത്തു. ശരിയായിട്ടുള്ള കാര്യത്തിനല്ല, തെറ്റായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് കൈക്കൂലി കൊടുത്തു. തിരിച്ചു പോരാൻ നേരം മോൻ ചോദിച്ചു, അപ്പച്ചാ അത് ചെയ്തത് ശരിയാണോ? അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. കൊച്ചനത് മനസ്സിൽ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു. മോൻ്റെ 12ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്. ഒരു ദിവസം 10 മണിക്ക് തൊട്ട് 1 മണി വരെ ആ പരീക്ഷ. 10:30 തിരിച്ചു വന്നു. കരഞ്ഞുണ്ടാവും. എന്താ മോനെ? ഞാൻ കോപ്പി അടിച്ച് സാറ് പിടിച്ച് എന്നെ ഇറക്കി വിട്ടു. എൻ്റെ പൊന്നുമോനെ, നീ എന്താ അങ്ങനെ കാണിച്ചേ? അങ്ങനെ കാണിക്കരുത്, നമ്മൾ വിശ്വാസികളില്ലയോ? നേരെ കൊച്ചൻ പറഞ്ഞു, എല്ലാവരും ചെയ്യുന്നു. നല്ലൊരു ഉദാഹരണമാണ്, അസാധാരണമായ നല്ല ഉദ്ദേശം. സ്വാമി ഗണേശൻ്റെ ഉദാഹരണങ്ങളൊക്കെ വളരെ സുപ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, എല്ലാവരും ചെയ്യുന്നതല്ല, നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു അത് നിങ്ങളുടെ മക്കൾ കൊയ്യും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ അടികൂടിയാൽ നിങ്ങളുടെ മക്കളും അടികൂടും. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായാൽ, കൂടെ വഴക്കുണ്ടായാൽ മക്കളും വഴക്കുണ്ടാവും. ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വഴക്കുണ്ടാക്കാം. എൻ്റെ മകള് ഫാമിലി കൗൺസിലറാണ്. അവൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മസ്റ്റ് ഫൈറ്റ്, മസ്റ്റ് നോ ഹൗ ടു ഫൈറ്റ്. ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കണം. പക്ഷെ എങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് പഠിക്കണം. അടിപിടി അവസാനിപ്പിക്കുകയല്ല, ശബ്ദം ഉയർത്തി സംസാരിച്ച് പിന്നെ അവസാനം രമ്യതയിലായി പിരിയണം. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പ്രശ്നം പരിഹാരം കണ്ടുപിടിച്ചിട്ട് പിരിയണമെന്നില്ല, പിരിഞ്ഞു പോകണമെന്നല്ല, രമ്യതയിലാവണം. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് നിങ്ങളുടെ മക്കൾ കൊയ്യും. നിങ്ങൾ ഓഫീസിൽ നിന്ന് കടലാസ് മോഷ്ടിച്ചാൽ, നിങ്ങൾ ഓഫീസിൽ സമയത്തിന് ലേറ്റായിട്ട് പോയാൽ
നിങ്ങളുടെ മക്കളും പലതും അതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. ആരാധനയ്ക്ക് താമസിച്ചു പോയാൽ, ആരാധന വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ പോയിട്ടില്ല എന്ന് വരാം. അതിനും ആരാണ്ട് പറഞ്ഞ ഒരു ഉദാഹരണം ഓർമ്മ വരികയാണ്. ഒരു മകന് പരീക്ഷയുണ്ട്, സ്കൂളിലെ കോളേജിലെ വലിയ ഇമ്പോർട്ടൻ്റ് പരീക്ഷയാണ്. ബികോമിൻ്റെ കട്ടിയാണ്, ബികോമിൻ്റെ പരീക്ഷ കട്ടിയാണ്. ചില വിഷയങ്ങളൊക്കെ സരളമാണ്. ബോട്ടണി, ബയോളജി അതൊക്കെ വളരെ ഈസിയാണ്, വളരെ വലിയ പ്രയാസമില്ല. എന്നാൽ ബികോമിൻ്റെ ഒക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ കൊച്ചൻ നിശ്ചയിച്ചു ഞായറാഴ്ച ചർച്ചിൽ പോയി വിട്ടു വന്നിരുന്ന് പഠിക്കണം. അപ്പച്ചനും അമ്മച്ചിയും ചർച്ചിൽ പോകുന്നതിന് പറഞ്ഞു, മോൻ വരണ്ട കേട്ടോ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ആരാ? അത് ദൈവത്തിന് മനസ്സിലാവും, നീ എവിടെ ഇരിക്കുക, നീ പഠിച്ചോ, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പനും അമ്മയും പോയി. അവൻ ബികോം പാസ്സായി, എംകോം പാസ്സായി. അവൻ അമേരിക്കയിലേക്ക് പഠിക്കുന്നതിന് സ്കോളർഷിപ്പ് കിട്ടി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അവൻ അമേരിക്കയിൽ പോയി. 2-3 വർഷം കഴിഞ്ഞു, അവിടുത്തെ ഡിഗ്രി പാസ്സായി, ജോലിയായി. അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. ഒരു ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ, അവരുടെ രാവിലെ നമ്മുടെ വൈകിട്ട്, മോനെ വിളിച്ചു. ടോമി, ആ ഡാഡി, മമ്മി എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല മമ്മി, സുഖമായിരിക്കുന്നു. ഇന്ന് ചർച്ചിൽ പോയോ? അവിടുത്തെ വൈകിട്ടാണ്. അപ്പം നമ്മുടെ തിങ്കളാഴ്ച രാവിലെ. ഇല്ല മമ്മി, വലിയ ടയേർഡായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. ഷോന്റെ പൊന്നുമോനെ ചർച്ചിൽ പോകണം. ആ മമ്മിയും ഡാഡി ഒരിക്കൽ എൻ്റെ ഒക്കെ പറഞ്ഞില്ലായിരുന്നു ദൈവത്തിന് മനസ്സിലാകുമെന്ന്. അതുകൊണ്ട് ഞാനും ഇന്ന് പോയില്ല. ദൈവത്തിന്, if you will take God seriously, God will take you too seriously. അവിടെ നിങ്ങളുടെ മാതൃക അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുവാൻ വളരെ നല്ല മാതൃക കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ, ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാതെ കാണുന്നതെല്ലാം തിന്നുവാണെങ്കിൽ നിങ്ങളുടെ മക്കളും ഒരു 18 വയസ്സാകുമ്പോഴത്തേക്ക് പുട്ടുകുടം പോലെ വലുതാവും, വയറ് വലിയ മൺകുടം പോലെ വരും. എന്താ കാര്യം? നിങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതും തിന്നു, ഇതും തിന്നു. ഇല്ല, എൻ്റെ പപ്പ, ഞാൻ എപ്പോഴും പപ്പായെ പറ്റി പറയും അല്ലേ, എൻ്റെ പപ്പ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കുന്ന മനുഷ്യനായിരുന്നു. പപ്പ തോട്ടത്തിൽ ജോലി ആയതുകൊണ്ട് തോട്ടത്തിനകത്തൊക്കെ ഇങ്ങനെ കയറി നടക്കണം. അവരെല്ലാ മരവും വെട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പപ്പ അതിൻ്റെ ഒട്ടുപാല് പൊക്കി വെച്ചൊരു കമ്പ് വെക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പപ്പ തോട്ടത്തിലൊക്കെ നടക്കും. മാത്രമല്ല, വൈകുന്നേരം കാപ്പിയൊക്കെ കുടിച്ചിട്ട്, അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് പപ്പ പിന്നെയും തോട്ടത്തിലൂടെ നടക്കാം. ഒരു 3-4 കിലോമീറ്ററാണ്. അതിലേക്കൂടെ പോയിട്ട് അപ്പുറത്തൂടെ കറങ്ങി വരും. വെറുതെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കും. പപ്പ എണ്ണയൊക്കെ പുരട്ടി ശരീരം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും ശരീരം സൂക്ഷിക്കണമെന്ന് ആ മക്കൾക്കും പെമ്മക്കൾക്കും ഒരു വിചാരം വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെക്കലും പറയുന്നു, നിങ്ങളെല്ലാം ചെയ്താലും ചിലപ്പോൾ ചിലർ ശരിയായില്ലെന്ന് വരാം, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ആസ് എ ഹോൾ, മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. നിങ്ങൾ ദശാംശം കൊടുക്കുമെങ്കിൽ നിങ്ങൾ അത് കൊയ്യും. എന്താണ്? ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സാമ്പത്തിക കാര്യത്തിനകത്ത് ദശാംശം കൊടുക്കണം. ഞാനൊരിക്കൽ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. ഞാനൊരിക്കൽ മലേഷ്യയിലായിരിക്കുമ്പോൾ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രസംഗിച്ചത് ജോൺ ഹഗ്ഗായി എന്ന് പറഞ്ഞ ദൈവദാസനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. തിങ്കളാഴ്ച എനിക്ക് മീറ്റിംഗ് ഉള്ള ദിവസവുമല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് കേൾക്കാൻ പോയി. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയിൽ ദശാംശം കൊടുക്കാത്ത ലിസ്റ്റിനകത്ത് ഏറ്റവും ടോപ്പിൽ ഡോക്ടർമാരാണ്. എനിക്ക് ഇന്ത്യയിലെ കാര്യം അറിയത്തില്ല, നമ്മൾ ഇന്ത്യയിലൊന്നും പഠിക്കത്തില്ലല്ലോ, ഗവേഷണം നടത്തത്തില്ല, റിസർച്ച് ചെയ്യുന്നില്ല, ഒരു കാര്യത്തിനും പഠിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കത്തോലിക്ക സഭ ഒരു പഠനം നടത്തി. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നിന്ന് ആളുകളെല്ലാം മാറി പ്രൊട്ടസ്റ്റന്റ് സഭയിൽ പോകുന്നതിൻ്റെ കാരണം എന്താ? അവർ കണ്ടുപിടിച്ചു. ബിംബാരാധന, മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അധികം പേരും കത്തോലിക്ക സഭ വിട്ടു. അവർ കണ്ടുപിടിച്ചതാണ്. ഒരു 30 വർഷമായി കാണും. വേറെ ഏതെങ്കിലും സഭ ഇങ്ങനെ ഒരു പഠനം നടത്തിയായിട്ടറിയാം? പെന്തിക്കോസ്ത് സഭ, CSI സഭ,
യാക്കോബ സഭ, ഏതെങ്കിലും കമ്പനികൾ ഒരു റിസർച്ച് നടത്തിയിട്ടുള്ള അറിയാം. ഞാൻ MBAയുടെ നോട്ട്സ് വായിക്കുന്ന സമയത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നോട്ട്സ് വായിച്ചതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെ എക്സിറ്റ് ഇൻ്റർവ്യൂ എടുക്കണം. ആളുകളെ എടുക്കാനായിട്ട് ഇൻ്റർവ്യൂ എടുക്കും, പിരിഞ്ഞു പോകുന്നവരുടെ ഇൻ്റർവ്യൂ എടുക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് പിരിയുന്നത് ചോദിക്കാൻ. ഇവിടെ എന്ത് വ്യത്യാസം വന്നാൽ നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുക, തിരിച്ചെടുക്കാനല്ല, അറിഞ്ഞിരിക്കാൻ. അപ്പോൾ നമ്മൾ ജീവിതം പരിശോധിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക നില നന്നാവാത്തത്? ദശാംശം കൊടുക്കുന്നുണ്ടോ? കണക്ക് നോക്കി കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ആരായിരുന്നാലും ദശാംശം കണക്ക് നോക്കി കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ വിതയ്ക്കുന്നത് കൊയ്യും. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? എന്ന് ഞാൻ വേദനയോടെ പറയട്ടെ. ഞാൻ ചില സഭകളിൽ ചെന്നിട്ട്, പെന്തക്കോസ്ത് സഭകളിൽ, മറ്റ് പ്രയർ ഗ്രൂപ്പുകളിൽ ചെന്നിട്ട് ഞാൻ സരളമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 75% ആളുകൾക്കും അതിന് മറുപടി അറിഞ്ഞു. എനിക്ക് സങ്കടമുണ്ട്. വളരെ സരളമായിട്ടുള്ള ചില ചോദ്യങ്ങൾ പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് മറുപടി കിട്ടുന്നില്ല. കാരണം അവർ വേദപുസ്തകം പഠിക്കുന്നില്ല. ചിലൊന്നും ആരാധിക്കുന്നു, കൈകൊട്ടുന്നു, പ്രസംഗം കേൾക്കുന്നു, ഹല്ലേലൂയ പറയുന്നു. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചാറുവാറ കൈകൊട്ടാ തിരിച്ചു വരുന്നു. വചനം ആഴത്തിൽ ഇറങ്ങുന്നില്ല. വചനം പഠിക്കുക, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക, നിങ്ങളുടെ സഭയിലുള്ളവരെ പഠിപ്പിക്കുക. അത് നിങ്ങൾക്ക് നല്ലതാണ്, അവർക്കും നല്ലതാണ്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ. അടുത്തത് വിതയ്ക്കേണ്ട സമാധാനം. നിങ്ങളുടെ വീട്ടിൽ സമാധാനം, വേറൊരാളുടെ വീട്ടിൽ സമാധാനം, അയലത്തുകാരുടെ വീട്ടിൽ സമാധാനം. നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ അവർക്കും സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. സമാധാനം എന്ന് പറഞ്ഞാൽ പോരാ, സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. അവിടെ സമാധാനം കൊയ്യണം. മക്കളുടെ ജീവിതത്തിനകത്ത് മരുമകളും മകനും അവരുടെ ജീവിതത്തിനകത്തും സമാധാനം കൊടുക്കണം. ഞാനൊരു അമ്മച്ചിയെ കണ്ടു, എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി. മരുമോള് ചാണകം വാരാൻ നേരം പറഞ്ഞു, മോള് വാരണ്ട, മോള് പട്ടണത്തിൽ വളർന്നില്ലയോ, മോക്കതറിഞ്ഞൂടെ, ഞാൻ ചെയ്തോളാം. ഞാൻ വിചാരിച്ചു ആ അമ്മച്ചി നല്ലവളാണ്, എനിക്കറിയാവുന്ന ഒരു അമ്മച്ചിയാണ്. നമ്മളാണെങ്കിൽ എന്താ പറയുക, ആഹാ ചാണകം കൈ അഴുക്കാവില്ല, വാരടി അങ്ങോട്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. മകനെയും മരുമകളെയും കൂടെ അടുപ്പിക്കുകയല്ല, സഭയിലുള്ളവരെ തമ്മിൽ അടുപ്പിക്കുകയല്ല, അയലത്തുകാരെ തമ്മിൽ അടുപ്പിക്കുകയല്ല. പിന്നെയോ നാം വിതയ്ക്കുന്നത് കൊയ്യും. അപ്പം നമുക്ക് എന്തൊക്കെ കൊയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അത് വിതയ്ക്കണം. പണം, സമാധാനം, ആശ്വാസം, ആരോഗ്യം, അങ്ങനെ ഏതൊക്കെ നമുക്ക് കൊയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അത് നമ്മൾ വിതയ്ക്കണം. അടുത്ത ഗുണപാഠം ഞാൻ പഠിച്ചത്, become an example for the coming generation. അടുത്ത തലമുറയ്ക്ക് നാം ഒരു മാതൃകയായിട്ട് ജീവിക്കണം. എവിടെ വെച്ചാൽ ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 10ാം കൊട്ടായിരിക്കുമ്പോഴായിരിക്കാം ഞാൻ തന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞു, ലോർഡ് മേക്ക് മീ ആൻ എക്സാമ്പിൾ ഫോർ ദ കമ്മിങ് ജനറേഷൻസ്. എൻ്റെ ജനറേഷൻസിന് മാത്രമല്ല, വേദപുസ്തക പ്രകാരം ഒരു തലമുറ എന്ന് പറയുന്നത് 40 വർഷമാണ്. എൻ്റെ 40 വർഷം കഴിഞ്ഞ് എൻ്റെ 53 വർഷമായി ഞാൻ സുവിശേഷ വേലക്കാരനായിട്ട്, 52 വർഷം. അപ്പോൾ പിന്നെ രണ്ടാമത്തെ തലമുറ നടക്കുകയാണ്. തീർന്നില്ല, എൻ്റെ അടുത്ത തലമുറയ്ക്കും ഞാനൊരു മാതൃകയായിരിക്കും. എൻ്റെ പെരുമാറ്റം, എൻ്റെ നോട്ടം, എൻ്റെ പണം ഇടപാട്, എൻ്റെ റിപ്പോർട്ടിങ് ചെയ്യുന്നത്, എൻ്റെ വേലയെപ്പറ്റി റിപ്പോർട്ട് പറയുന്നത്, ഞാൻ വേല ചെയ്യുന്നത്, സകലതും അടുത്ത തലമുറയ്ക്ക് മാതൃകയായിരിക്കണം. ഞാൻ നിങ്ങളൊക്കെ പറയണം, അപ്പച്ച അടുത്ത തലമുറയ്ക്ക് മാതൃകയായിരിക്കുക, അല്ലേ? ഭാര്യയുമായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് നല്ലതല്ല. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നല്ല മാതൃകയല്ല. വെറുതെ ഇരുന്നാൽ നല്ല മാതൃകയല്ല. ഫോണിനകത്ത് ചീത്ത പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നാൽ നല്ല മാതൃകയല്ല. എൻ്റെയൊക്കെ മക്കൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ കമ്പ്യൂട്ടർ നോക്കി കഴിഞ്ഞാൽ അവർക്കറിയാം എവിടെയൊക്കെ അപ്പച്ചൻ പോയിട്ടുണ്ടെന്ന്, ഏതിനകത്തൊക്കെ വെബ് പേജിൽ പോയിട്ടുണ്ടെന്ന്.
പലതും അനാശാസ്യമായിട്ട് കണ്ടു. നമ്മുടെ മാതൃക നല്ലതായിരിക്കണം. ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പപ്പ മരിച്ചപ്പോൾ ഞാൻ നാട്ടുകാരെയല്ല, പപ്പായുടെ ശവമടക്കിന് സഹായിച്ച ആളുകളെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എൻ്റെ പപ്പ ആർക്കെങ്കിലും രൂപ തരാനുണ്ടെങ്കിൽ തെളിവ് സഹിതം എൻ്റെ പറയാമെങ്കിൽ ആ രൂപ ഞങ്ങൾ തരും. വാസ്തവത്തിൽ അന്നത്തെ കാലത്ത് എൻ്റെ ഈ പൈസ ഇല്ലാത്ത കാലമാണ്. 84-ലാണ്. പൈസ ഇല്ലാത്ത കാലമാണ്. ഒരാൾ 5000 രൂപ കൊടുക്കാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇല്ലാത്ത കാലമാണ്. പക്ഷെ എന്നിട്ട്, കാരണം എനിക്കറിയാമായിരുന്നു പപ്പ കൊടുക്കാനില്ല, ആർക്കും കൊടുക്കാനില്ല. കാരണം പപ്പായുടെ ഒരു ലെഡ്ജർ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ഈ കടകളിലെയൊക്കെ വെക്കുന്ന ക്യാഷ് ലെഡ്ജറില്ലേ, അതുപോലത്തെ ഒരു ലെഡ്ജർ ഉണ്ടായിരുന്നു. അതിനകത്ത് പപ്പ ആർക്കും കൊടുക്കാനുള്ളതും പപ്പ വാങ്ങിച്ചിട്ടുള്ളതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പ ആർക്കും കൊടുക്കാനില്ലാതാണ്. ഒരു ക്ലീൻ അക്കൗണ്ടുമായിട്ടാണ് പപ്പ സ്വർഗത്തിലേക്ക് പോയത്. രണ്ടാമത്തെ കാര്യം, ഞാനിങ്ങനെ പറഞ്ഞു, ഒന്ന് ആർക്കെങ്കിലും രൂപ തരാനുണ്ടെങ്കിൽ തെളിവ് സഹിതം പറയാമെങ്കിൽ തരുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു, പാണയത്ത് പാപ്പി സാറിൻ്റെ മകനായിട്ട് ജനിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അത് പറഞ്ഞപ്പോൾ ഞാൻ വിതുമ്പിപ്പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ പപ്പായുടെ മകനായിട്ട് ഞാൻ ജനിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കളും എന്നെപ്പറ്റി അത് പറയുമോ? എനിക്കിപ്പോഴും ഭയമുണ്ട്. സത്യം പറയുക, ഞാൻ അപമാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആളുകൾ എന്തെങ്കിലും അപമാനം പറഞ്ഞാലും അർത്ഥമില്ലാത്ത കാര്യം, ഒരു ശകലം പോലും ഉള്ളി പൊളിച്ചതുപോലെയാണ്. അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും എനിക്കൊരു ഭയം ഇന്നുമുണ്ട്. എൻ്റെ ഇന്നത്തെ ഇടപാടിൽ, നാളത്തെ ഇടപാടിൽ, മരിക്കുന്നതിന് മുമ്പുള്ള ഇടപാടിൽ ഒരു സ്ത്രീയെ ഞാൻ അപമാനിച്ചാൽ മതി. അപമാനിച്ചെന്ന് പറഞ്ഞാൽ എടി ബോഡി എൻ്റെ പോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ പപ്പായുടെ ഒരിടത്തിലോട്ട് അടുത്തുള്ള ഒരു വീട്ടുകാരുടെ പറങ്കിമാവിൻ്റെ പടപ്പ് ഇങ്ങനെ ഓരോരുത്തർ കയറി കിടന്നു. പപ്പായ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വെട്ടുകത്തി എടുത്ത് അത് വെട്ടിക്കളഞ്ഞു. അവിടുത്തെ സ്ത്രീ, അവരൊരു വിധവയാണെന്ന് തോന്നുന്നു, പറഞ്ഞു, സാറൊരു മാന്യനല്ലേ, സാർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ അടുക്ക പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ചെയ്യാമായിരുന്നു. പപ്പ ലജ്ജിച്ചു പോയി. പപ്പ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞു, പക്ഷേ അവരങ്ങനെ പറഞ്ഞല്ലോ അല്ലേ, ഒരു കൊച്ചു കാര്യമാണ്. എങ്കിലും നമ്മുടെ മാതൃക ശരിയായിരിക്കണം. ആരോടെങ്കിലും സംസാരിക്കുന്നത്, ആരോടെങ്കിലും വർത്തമാനം പറയുന്നത്, ഒരു സ്ത്രീയോട്, ഒരു പുരുഷനോട് പണം കൊടുക്കാനുള്ളതിനകത്ത്, പണം വാങ്ങിക്കാനുള്ളതിനകത്ത് നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. സകല കാര്യത്തിനകത്ത്, രാവിലെ എഴുന്നേൽക്കുന്നതിനകത്ത് അല്ലേ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭാര്യ എൻ്റെ പറയുക, ഞങ്ങളുടെ അച്ചായനെ കൂടെ വിളിച്ചോണ്ട് പോകും, ഈ കട്ടിലേൽ നിന്ന് എഴുന്നേക്കത്തില്ല, പകലും രാത്രിയും കൂടെ കിടപ്പാ. ഞാൻ ചെന്നപ്പോഴും അവിടെ കിടക്കുക. എനിക്ക് കയറി ചെല്ലാൻ അവകാശമുള്ളൊരു വീടാണ്. എഴുന്നേക്കുന്നില്ല, എന്നെ കണ്ടിട്ടും എഴുന്നേക്കുന്നില്ല. പിന്നെ ഞാൻ പോരാൻ നേരം എഴുന്നേറ്റ് വന്നേ, നീ പോവാന്നോ? ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രായം, അതുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചത്. നിങ്ങൾ റിലേറ്റീവ്സാണ്. നിങ്ങളൊരു മാതൃകയായിരിക്കും. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മരുമക്കൾക്ക്, നിങ്ങളുടെ അയൽക്കാർക്ക്, നിങ്ങളുടെ സഭയിലുള്ളവർക്ക്, നിങ്ങളുടെ പാസ്റ്റർക്ക് പോലും നിങ്ങളൊരു മാതൃകയായിരിക്കണം. നിങ്ങളുടെ പട്ടക്കാരന് പോലും നിങ്ങളൊരു മാതൃകയായിരിക്കണം. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ മാതൃകയായിരിക്കണം. മറ്റുള്ളവർ പറയണം, അയാളെ നോക്കിയാട്ട്. അതാണ് പറഞ്ഞത്, ലോർഡ് മേക്ക് മീ ആൻ എക്സാമ്പിൾ ഫോർ ദ കമ്മിങ് ജനറേഷൻ. എൻ്റെ ആഗ്രഹം, അഹങ്കാരം പറയുകയല്ല. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ അമ്മച്ചിമാർ പറയണം, എടാ ദൈവവേലയ്ക്ക് പോകും, ആ പട്ടാളക്കാരൻ PG വർഗീസ് പോയിട്ട് കണ്ടില്ലയോ, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. എടാ അദ്ദേഹത്തെ പോലെ നല്ല ആരോഗ്യത്തെപ്പറ്റി നല്ല 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 ചിന്ത വേണം. ആഹാരം കഴിക്കുന്നതിനകത്ത്, എഴുന്നേൽക്കുന്നതിനകത്ത്, നടക്കുന്നതിനകത്ത്, നിൽക്കുന്നതിനകത്ത്, എല്ലാത്തിനകത്തും. അപ്പം അടുത്ത ഒരു കാര്യം, അടുത്ത ഗുണപാഠം 6, നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് അകലം പാലിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ പുരുഷനുമായിട്ടും പുരുഷൻ സ്ത്രീയുമായിട്ടും അകലം പാലിക്കണം. ദൂരെ നിൽക്കണമെന്നൊന്നുമില്ല. ഒരു ഫലിതം പറയാം. ഒരു ദിവസം ഞാൻ എൻ്റെ മക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, എവിടെയോ ഞാൻ വായിച്ചിട്ട് പറഞ്ഞതായിരിക്കാം, നിങ്ങളുടെ കസിൻസ് വരുമ്പോഴും ഒരു 6 അടി അകലം സൂക്ഷിക്കണം. കാലം വല്ലാത്ത കാലമാണ്. അപ്പോൾ അടുത്ത ദിവസം
എൻ്റെ ഒരു അനന്തരം വീട്ടിൽ വന്നു. ഡെയിലി ജോലിയാണ്. എൻ്റെ മോൾ ഓടിപ്പോയിട്ട് ഫുട് റോൾ എടുത്തോണ്ടെന്ന് വെച്ചാൽ 6 അടി ആകുന്നു വെച്ചാൽ പറഞ്ഞാൽ അങ്ങോട്ട് മാറിയില്ല. ഫലിതമായിട്ട് ചെയ്തതാണ്. എൻ്റെ അർത്ഥം അതല്ല, കയറി മടിയിലിരിക്കരുതെന്നാണ്. ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സാണെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും മടിയിലിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. സായിമാരൊന്നും ചെയ്തില്ല. എല്ലാവരും പറഞ്ഞു സായിമാരങ്ങനെ ചെയ്യുന്നു. സായിമാരൊന്നും ചെയ്തില്ല കേട്ടോ. സായിമാരങ്ങനൊന്നും ചെയ്തില്ല. എല്ലാ കണ്ടവരുടെ എല്ലാം മടി കയറി ഇരിക്കത്തില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, അല്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. വേറെ ഏതാണ്ടൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഹെറാൾഡ് ഓഫ് ഹിസ് കമ്മിങ് എന്ന് പറഞ്ഞൊരു മാസിക വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അധികമൊന്നും വരുന്നില്ല, പക്ഷെ ഇപ്പോഴും ഉണ്ടത്. ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ട് നാഗർകോവിലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പി കെ കോശി, എനിക്കിപ്പോഴും പേര് പോലും ഓർമ്മയുണ്ട്. പി കെ കോശി, ആഗമന ദൂതൻ, നന്ദൻകോട് PO, നന്ദൻകോട് പട്ടം PO, തിരുവനന്തപുരം 4. എനിക്ക് അഡ്രസ് പോലും ഓർമ്മയാണ്. ആ മാസികയ്ക്കകത്ത് വന്നപ്പോൾ പറഞ്ഞു, ഒരു സ്ത്രീയോട് ഷേക്ക് ഹാൻഡ് കൊടുത്തും വെച്ച് കുറച്ചു നേരം കൂടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് തോന്നിയാൽ എവിടെയും ഒരു ദുഷ്ചിന്തയുണ്ട്. സാധാരണമായ ഉദ്ദേശം. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് കിട്ടിയതാണ്. ഒരു സ്ത്രീ എൻ്റെ പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ചിലർ ഷേക്ക് ഹാൻഡ് എന്ന് വെച്ച് കൈ വിടത്തില്ല, പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, അപ്പുറത്തെ ആടെ കാര്യം. കീപ്പ് എ ഡിസ്റ്റൻസ്. സ്ത്രീ പുരുഷനോട്, പുരുഷൻ സ്ത്രീയോട് കീപ്പ് എ ഡിസ്റ്റൻസ് പ്ലീസ്. ഒത്തിരി നേരം പിടിച്ചോണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ തോന്നും, അവർക്കൊരു തെറ്റിദ്ധാരണ തോന്നും, നിനക്കും എന്തെങ്കിലുമൊക്കെ തോന്നും. അതുകൊണ്ട് ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? അസംബ്ലീസ് ഓഫ് ഗോഡിലെ സാമുൽ സാറ്, TS സാമുൽ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റേഴ്സ് സെമിനാറിന് പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞാണ്, ഞങ്ങളുടെ ലീഡേഴ്സ് സെമിനാർ, രാത്രി 9 മണി കഴിഞ്ഞും വെച്ച് ഫോൺ വന്നാൽ പാസ്റ്റർമാരെടുക്കരുത്, ഭാര്യയുടെ കൊടുക്കണം, സ്ത്രീകളുടെ ആണെങ്കിൽ. അതുപോലെ സ്ത്രീകളുടെയൊക്കെ പറയാണ്, രാത്രി 9 മണി കഴിഞ്ഞിട്ട് ഒരു പുരുഷൻ ഫോൺ ചെയ്താൽ ഭർത്താവിൻ്റെ കൊടുക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് പറയാം. മക്കളെ പഠിപ്പിക്കണം. അത് പാഠം ചോദിക്കാനാ, ലെസൺ ചോദിക്കാനാ. 9 മണിക്ക് മുമ്പേ ചോദിച്ചാൽ, അല്ലെങ്കിൽ അപ്പനും അമ്മയും ഇരിക്കുമ്പോൾ ചോദിച്ചാൽ. കീപ് യുവർ സെൽഫ് പ്യുവർ. നിങ്ങളുടെ ചിന്ത കാട് കയറി പോകാതെ ഇരിക്കുവാൻ കീപ് യുവർ സെൽഫ് പ്യുവർ, അല്ലേ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാകത്തക്ക വിധത്തിൽ നിൽക്കരുത്, സംസാരിക്കരുത്, തൊട്ടുമുട്ട് നിൽക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞതായിരിക്കാം ഒന്നുകൂടെ കേട്ടാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രദർ പിരിഞ്ഞുപോയി. സ്നേഹത്തിൽ പിരിഞ്ഞാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് വെച്ച് അദ്ദേഹം, കുറച്ച് നാളുകൾ കഴിഞ്ഞ് വെച്ച് അദ്ദേഹം ഓഫീസിലോട്ട് വന്നു. അപ്പം ഞങ്ങളുടെ ഓഫീസ്, അന്നത്തെ ഓഫീസ് 3-ാമത്തെ നിലയിലാണ്. ഇപ്പോഴത്തെ കെട്ടിടത്തിലല്ല, വേറെ കെട്ടിടത്തിൽ. അപ്പോൾ ലില്ലി ഇറങ്ങി വരുമ്പോഴേ അദ്ദേഹം അങ്ങോട്ട് കയറിപ്പോയത്. അപ്പോൾ ലില്ലിക്കും ഭയങ്കര സന്തോഷം, അദ്ദേഹത്തിന് വലിയ സന്തോഷം. അവർ നിന്ന് വർത്താനം പറഞ്ഞു. പെട്ടെന്ന് ലില്ലി പറഞ്ഞു, നമ്മൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, കാരണം ഇവിടെ ലൈറ്റ് കുറവാണ്, ബൾബ് ഫ്യൂസാണ്. ലില്ലി അകത്തോട്ട് വിളിച്ചോണ്ട് ഞങ്ങളുടെ ഓഫീസിലോട്ട് വന്നു. 2-ാമത്തെ നിലയുടെ ആ വളവിൽ നടന്നാണ്, പടികളിൽ നിന്നാണ്. മേടി ഓഫീസിൽ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കെട്ടിപ്പിടിച്ചൊന്ന് കൊടുത്തു പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ബഹുമാനത്തോടെ ഉമ്മ കൊടുക്കാൻ കഴിയുന്നത് പോലെ ഒരു അമ്മയുടെ നില. പക്ഷെ മറ്റിടത്താണെങ്കിൽ കാണുന്നവരും വിചാരിക്കും, ഇതെന്തുവാടാ ഈ ഇരുട്ടത്ത് വന്നെന്ന് വർത്താനം പറയുന്നു. മേളിലും നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും, നിങ്ങളുടെ സഭയിലുള്ള വേറൊരാൾക്ക് സംശയം തോന്നത്തക്കവണ്ണം നിൽക്കരുത്, സംസാരിക്കരുത്. ഒരാളിനെ കൂടെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കണമെന്നൊരാഗ്രഹം തോന്നിയാൽ അത് ജഡത്തിൻ്റെ ആഗ്രഹമായിരിക്കും, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കൂടെ SMS വരുന്നുണ്ട്, വേദവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയോട് ചോദിക്കുക, ഒരു പുരുഷന്റെ വേദവാക്യം കൂടെ വരുന്നുണ്ടോ? അതിനാ നിങ്ങൾക്ക് അയക്കാൻ കാര്യം? നിങ്ങളുടെ ഭർത്താവിനെ അയക്കട്ടെ. എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ? അത് അവിടുന്ന് പതുക്കെ ചാനൽ മാറാൻ സാധ്യത.
അതുപോലെയാണ് ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ, പാസ്റ്ററെ, ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ. ഭാര്യയുള്ളപ്പോൾ അധികമൊന്നുമില്ല. എന്തുകൊണ്ട് വിഷയം? സുഖമില്ലേ? പോയല്ലേ അവിടെ അടുത്ത നെല്ല് ഇച്ചിരിയുടെ കാര്യം പറയാനും. സൂക്ഷിക്കണം. എന്നെപ്പറ്റി ഞാൻ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ 99% ആളുകളും വിശ്വസിക്കത്തില്ല. എന്നാൽ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം ഉണ്ടായെന്ന് പറഞ്ഞ സംശയിച്ചു പോകും. മനുഷ്യനല്ലയോ, സംഭവിച്ചതായിരിക്കാം. ഈ ഒരു കാര്യത്തിന് അങ്ങോട്ട് ധാരാളം. ബാക്കി എല്ലാത്തിനും വിശ്വസിക്കണമെന്നില്ല. പറയും ഭാര്യ അടിച്ചു, നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഷേ, അങ്ങനെ ചെയ്യത്തില്ല. ലിലി സഹോദരി എന്തുവാ, നിങ്ങൾ സൂചിച്ചാട്ട വിലയ്ക്ക് കൊടുത്ത രൂപ എടുത്ത് മക്കൾക്ക് കൊടുത്തു, നിങ്ങളെ വിശ്വസിക്കത്തില്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ അവിഹിത ബന്ധം, അസാൻമാർഗിക ബന്ധം സംശയിച്ചു. അതുകൊണ്ട് ഒരകലം പാലിക്കുക. സകലരുമായിട്ട് രാത്രിയിൽ, പകല്. ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്തും പത്താംകോട്ടായിരിക്കുന്ന സമയത്തും ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ കാണാനായിട്ട് പോകുമായിരുന്നു. അന്ന് ഞങ്ങളുടെ സുവിശേഷ വേലക്കാരൊക്കെ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അന്നത്തെ സപ്പോർട്ടും കുറവാണ്, ജീവിത സാഹചര്യവും കുറവാണ്. എല്ലാവരുടെയും ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ആൾ പോലും ഒരു മുറി ഒരടുക്കളയായി കാണത്തുള്ളൂ, കൂടിപ്പോയാൽ. അതൊരു ലക്ഷറിയാണ്. മിക്കവാറും ഒരു മുറിയുടെ ഒരു മൂലയ്ക്കായിരിക്കും. ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെയൊക്കെ ചോദിച്ചാണ്, ഞാൻ പൂനായിലായിരിക്കുമ്പോൾ അവിടെയുള്ള ഹെഡ് ക്ലർക്ക് പോലും താമസിക്കുന്ന ഒരു മുറിയുടെ മൂലയ്ക്കാണ് ആഹാരം പാചകം ചെയ്യുന്നത്. കുളിക്കുന്നത് പോലും ആ മൂലയ്ക്കായിരിക്കും. പൂനായിലെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ വളരെ. അപ്പം ഞാനിങ്ങനെ പോകുന്ന പ്രാർത്ഥിക്കും. എനിക്കൊരു സോഷ്യൽ വേലക്കാരനെ കാണണമെന്ന് വിചാരിച്ചാണ്. ഞാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കാണണേ. അന്ന് ഫോണൊന്നുമില്ല വിളിച്ച് പറയാൻ. എനിക്ക് തോന്നുവാണ് ജമ്മു വരെ പോകണം, അവിടുത്തെ പാസ്റ്ററെ കാണണം. ഞാൻ പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് വരെ ഞാൻ ചെല്ലുന്ന വീട്ടിൽ അവിടുത്തെ പുരുഷൻ ഇല്ലാതെ ഇരുന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ എന്ത് കൊടുക്കും? രാത്രിയാണ് ഞാൻ ചെല്ലുന്നത്. രാത്രി 8 മണിക്കായിരിക്കും, എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിയായിരിക്കും. അവിടെ താമസിച്ചേ ഒക്കത്തുള്ളൂ, കിടന്നേ ഒക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സംഭവിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഒരു കീപ്പ് എ ഡിസ്റ്റൻസ്. നിങ്ങളുടെ മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. ദൈവത്തിന് അപമാനം ഉണ്ടാക്കരുത്. നിങ്ങളുടെ വാർദ്ധക്യം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കുറ്റബോധമില്ലാതെയും ആയിരിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ സാക്ഷ്യം സൂക്ഷിക്കുക. ദൈവത്തോട് ചേർന്ന് നടക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.